100 കോടി രൂപയുടെ മാനനഷ്ട കേസ്. ചാനലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കങ്ങൾ. ഇഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളും ഇരച്ചെത്തും എന്ന നിരന്തര ഭീഷണികൾ. ബി.ജെ.പിയും സംഘപരിവാർ കേന്ദ്രങ്ങളും കേരളത്തിലെ പ്രമുഖ ചാനലായ റിപ്പോർട്ടർ ടിവിക്കെതിരെ മുഴക്കിയ വെല്ലുവിളികൾ കേട്ടാൽ ആ ചാനൽ ഇതുവരെ പൂട്ടാത്തതാണ് പലർക്കും അത്ഭുതം. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടും പ്രമുഖ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ലൈസൻസിലെ ക്രമക്കേടുകൾ എടുത്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളുടെ രോമത്തിൽ പോലും തൊടാൻ ബി.ജെ.പിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ തുനിഞ്ഞിറങ്ങിയിട്ടും റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു കേന്ദ്ര അന്വേഷണം പോലും ഉണ്ടാകാത്തതിന്റെ രഹസ്യം തേടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. സംഘപരിവാർ അണികളും ഓൺലൈൻ ഗോദി മീഡിയകളും നിരന്തരം നിലവിളികൾ മുഴക്കിയിട്ടും ഇത്രയധികം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആരോപിച്ചിട്ടും കേന്ദ്ര ഏജൻസികൾ നിശബ്ദത പാലിക്കുന്നതിന്റെ കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉറക്കെ പറയുന്നുണ്ട്. ബി.ജെ.പി നേതൃത്വത്തിന്റെ വാദങ്ങൾക്കും പറച്ചിലുകൾക്കും അപ്പുറം കാര്യമായി ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കാത്തതിന് പിന്നിൽ അവതാരകയായ സുജയ പാർവതി തീർക്കുന്ന ഒരു പ്രതിരോധം ഉണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന വക്താക്കൾ പോലും പറയാൻ മടിക്കുന്നതിനേക്കാൾ ഗംഭീരമായി RSS സംഘപരിവാർ നേതാക്കൾ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ തീക്ഷ്ണതയോടെ, എന്തിനേറെ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് അവതാരകയായ സുജയ പാർവതി റിപ്പോർട്ടറിന്റെ എഡിറ്റേഴ്സ് മീറ്റ് പോലുള്ള വേദികളിൽ തുറന്നു പറയുന്നത്. ലക്ഷക്കണക്കിന് പേർ കണ്ട ഈ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ ചാനലിന്റെ രക്ഷാകവചമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു ബി.ജെ.പി നേതാവിനേക്കാൾ ആർജവത്തോടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം സുജയ പാർവതി ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ആവർത്തിച്ച് പറയുമ്പോൾ സംഘപരിവാർ എങ്ങനെ ആ ചാനലിനെ തൊടും? ഈ അവതാരകയുടെ സാന്നിധ്യം തന്നെ ബി.ജെ.പിക്ക് നേരെയുള്ള ഒരു ഉരുക്കുകോട്ടയെ മാറുകയാണ് എന്നാണ് പ്രധാന വാദം. ഇത്രയും ആർജവത്തോടെ ബി.ജെ.പിയുടെ ഒരു വനിതാ നേതാവ് പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ് സുജയ പാർവതി വേദിയിലിരുന്ന് പ്രസംഗിച്ചത്. ബി.ജെ.പി കുതിക്കുകയാണ്, മുന്നേറുകയാണ് എന്ന് പറയുമ്പോൾ സുജയയുടെ മുഖത്ത് നിറഞ്ഞ ശൗര്യം കാണേണ്ടത് തന്നെയാണ്. CPM-നോടും മറ്റു പാർട്ടികളോടുമുള്ള അവരുടെ പുച്ഛഭാവം വ്യക്തമാണ്. CPM-ന് വേണ്ടി സംസാരിക്കുന്ന അവരുടെ മുതലാളിയായ ആൻഡോ ജോസഫ് തൊട്ടടുത്തിരിക്കുമ്പോഴാണ് ഹിന്ദുക്കൾ ഒന്ന് ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ, ഹിന്ദു കൺസോളിഡേഷൻ വന്നാലുണ്ടല്ലോ എന്ന തരത്തിൽ വർഗീയത കലർന്ന രാഷ്ട്രീയം അവർ തുറന്നു കാട്ടിയത്. ഭഗവാന്റെ സ്വർണം കട്ട ആളുകളെ കൂടെ കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് ഇവിടെ വന്നിരുന്ന വർഗീയതയും ഹിന്ദുത്വ പ്രീണനത്തെയും കുറിച്ച് സംസാരിക്കുന്നത് എന്നവർ ആഞ്ഞടിച്ചു. ബി.ജെ.പിക്ക് അനുകൂലമായി അവർ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം കേട്ട് ആൻഡോ ജോസഫ് ചമ്മിയ മുഖവുമായി നിസ്സഹായ ഭാവത്തിൽ ഇരിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകരുടെ നിരീക്ഷണത്തിനപ്പുറം ഒരു തീവ്ര രാഷ്ട്രീയ പ്രസംഗം പോലെ ഒരു പ്രൈം ടൈം പരിപാടിയെ മാറ്റിയെടുക്കാൻ സുജയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ ആ ചാനൽ അവർക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് മനസ്സിലാക്കാം. സുജയ്ക്ക് ദേശീയ തലത്തിലുള്ള ബി.ജെ.പി നേതാക്കളുമായും കേന്ദ്രമന്ത്രിമാരുമായും അടുത്ത ബന്ധമുണ്ടെന്നും ഈ ബന്ധം ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളുടെ ആക്രമണങ്ങളിൽ നിന്ന് റിപ്പോർട്ടർ ടിവിയെ അവർ സംരക്ഷിക്കുന്നുവെന്നും അതിനുള്ള പ്രത്യുപകാരമായി സുജയ്ക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു പറയാനുള്ള വേദി ചാനൽ നൽകുന്നുവെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ശക്തമായ വാദം. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ മറ്റൊരു സുപ്രധാനമായ വിലയിരുത്തൽ വരുന്നത്. റിപ്പോർട്ടർ ചാനൽ പൊതുവിൽ ഇടതുപക്ഷ അനുകൂലിയാണ്. എന്നാൽ അതേ ചാനലിൽ ബി.ജെ.പിക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കാൻ സുജയ പാർവതിയെ പോലുള്ളവരെ നിയമിച്ചിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം കേരളത്തിൽ CPIM-ന്റെയും ബി.ജെ.പിയുടെയും സഖ്യമായ CJP സഖ്യം ഉടലെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. കേന്ദ്ര ഏജൻസികളുടെ ഭീഷണി നിലനിൽക്കെ ചാനൽ നിലനിർത്താൻ ബി.ജെ.പി രാഷ്ട്രീയവുമായി ഒരു ഒത്തുതീർപ്പ് ശ്രമം നടക്കുന്നുണ്ടെന്നും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഈ സൂചനയാണ് സുജയയിലൂടെ പുറത്തു വരുന്നതെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബി.ജെ.പിയുടെ ഭീഷണി അതിജീവിച്ച് റിപ്പോർട്ടർ ടിവി ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ കാരണം ഈ പരസ്പര സഹായത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന സംശയമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടുവരാം. എന്തായാലും നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വരാം. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഘട്ടം എന്നുള്ളത് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. 2015 ബി.ജെ.പി ആകെ ജയിച്ച അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അംഗങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 983 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് 2020 ആകുമ്പോൾ 5 വർഷങ്ങൾക്കിപ്പുറം 1182 കൂടുകയാണ് ചെയ്തത്. അവിടെയാണ് യു.ഡി.എഫിന്റെ പൊസിഷൻ എത്രയാണെന്നുള്ളത് കമ്പയർ ചെയ്യേണ്ടത്. ബ്ലോക്കിൽ 21 അംഗങ്ങളിൽ നിന്ന് 37 അംഗങ്ങളിലേക്ക് പടിപടിയായുള്ള വളർച്ചയാണെന്നേ, പതിയെയാണ് വളരുന്നതെന്നേ. പക്ഷേ വളരുകയാണ്, തളരുകയല്ല. മുനിസിപ്പാലിറ്റി അംഗങ്ങളുടെ എണ്ണം 236-ൽ നിന്ന് 320-ലേക്ക് വളർന്നു. കോർപ്പറേഷൻ അംഗങ്ങളുടെ എണ്ണം 59-ആയി 2020 വന്നു നിൽക്കുകയാണ്. ഈ ഒരു ബേസ് അവിടെയുണ്ട്. അത് പടിപടിയായി ഉണ്ടാക്കിയെടുത്തതാണ്. സാധാരണക്കാരായ പ്രവർത്തകർ പണിയെടുത്തുണ്ടാക്കിയതാണ്, അല്ലാതെ മേളിൽ നിന്ന് ആരും നൂലിൽ കെട്ടി ഇറക്കിയതൊന്നുമല്ല. അപ്പോൾ ആ രീതിയിലുള്ള വളർച്ച അവിടെ ഉണ്ടാകും. പാലക്കാടും പന്തളവും മാത്രമല്ല, കൂടുതൽ മുനിസിപ്പാലിറ്റികളിലെ ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട്. 22 പഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗ്രൗണ്ട് വർക്ക് അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ജയിലിലാണല്ലോ. പാർട്ടിക്കാരൻ
പഞ്ചായത്ത് പ്രസിഡന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിക്കാരൻ എൻ വാസു സ്വർണം കട്ട് കിടക്കുകയാണ് ജയിലിൽ. അത് വെച്ചോണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ബോയ് ആണ് എൻ വാസു. ആ എൻ വാസുവിനെ പോസ്റ്റർ ബോയ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഭഗവാന്റെ സ്വർണം കട്ട ആളുകളെ കൂടെ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഇവിടെ വന്നിരുന്നു കൊണ്ട് വർഗീയത, അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രീണനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ ഒന്ന് ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ, ഹിന്ദു കൺസോളിഡേഷൻ വന്നാലുണ്ടല്ലോ, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി അവരെ പറ്റിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും. അവരൊന്ന് മാറ്റിക്കുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ. മാറ്റിക്കുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ. മാറ്റിക്കുത്തി 2024 2024